ഹലോ, എന്തെങ്കിലും വിശേഷം? കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടാവും. എന്നെ അറിയാവുന്നവർക്കറിയാം. കണ്ടന്റ് ക്രിയേഷൻ്റെ ഒക്കെ ആദ്യം ഉള്ള ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാനായിട്ടുള്ള മടി. നിങ്ങളൊരു ഫ്രേസ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആ തവളയെ ആദ്യം അങ്ങ് തിന്നുക. ആ ഒരു വാചകം പറഞ്ഞത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വപ്രസിദ്ധനായ മോട്ടിവേറ്ററും എഴുത്തുകാരനൊക്കെയായ ബ്രയാൻ ട്രേസിയാണ് ആ ഒരു ആശയം ആദ്യം തന്നെ മുന്നോട്ട് വെച്ചത്. ഇതിൽ ആ തവള എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്ററോ, നമ്മളൊരു സ്റ്റുഡൻറ്റോ, നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കഠിനമായ ആ ഒരു ജോലിയായിരിക്കും ആ തവള. അതാണ് ആ തവള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അത്ര ഭാരമേറിയ ജോലി അല്ലെങ്കിൽ അത്ര രസകരമല്ലാത്തൊരു സംഭവമാണല്ലോ തവള. ആ തവളയെ പച്ചക്ക് പിടിച്ച് തിന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അങ്ങനെ ആ ഒരു തവളയെ നമ്മൾ ആദ്യമേ തിന്നു കഴിഞ്ഞാൽ, അതായത് ആ കഠിനമേറിയ ജോലി നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ ആദ്യം തന്നെ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള പണികളൊക്കെ വെറും ഈസി ആയിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കഠിനമായത് ആദ്യമേ തിന്നു. അതാണ് ആ നിങ്ങൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, എൻ്റെ മുമ്പിൽ അതായിരുന്നു കേട്ടോ, മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതായിരുന്നു. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും? ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റായി പോയാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? എന്നെ കാണുന്നവരും എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരും ഒക്കെ എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മളെ പുറകോട്ട് പിടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമേറിയ വിഷയത്തിലുള്ള ആ ഒരു ഹോംവർക്ക് ആയിരിക്കാം ചിലപ്പം നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന കാര്യം. അപ്പോൾ ആ ഒരു തവളയെ നിങ്ങൾ ആദ്യം പിടിച്ചങ്ങ് തിന്നുക. മീൻസ് ആ പ്രയാസമേറിയ ഹോംവർക്ക് അല്ലെങ്കിൽ ആ പ്രയാസമേറിയ കാര്യം ആദ്യമേ ചെയ്ത് തീർക്കുക. ബാക്കിയുള്ളതെല്ലാം വളരെ ഈസി ആയിട്ട് മാറുന്നതായിട്ട് കാണാം. ഈ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇനി എവിടെയെങ്കിലും ആ തവളയെ നിങ്ങൾ ആദ്യം തിന്നുക എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ബ്രയാൻ ട്രേസിയുടെ വിശ്വവിഖ്യാതമായ ഒരു വാചകമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.